അലൈക്കും. എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താണ് മക്കളെ, നാളെ ഘോഷയാത്രയ്ക്കൊക്കെ പോണം ഇൻഷാ അള്ളാ. കൊച്ചു മക്കളെയും കൊണ്ട് പോണം. അപ്പോഴൊരു ബൈത്തായാലും അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശഫീഉൽ അബ്താരി വൽ ഹബീബുൽ അറബി അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദു ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അന്ത ഉമ്മുൻ അൻ അബൂ മനാഇന ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അന്ത മുൻജീനാദാ മിൻ ശഫാഅതിക സഫാ മല്ലാനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ഇർതകബ്തു അലൽ ഖതാ غير عسر وعدا لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كصيغتك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي. അപ്പോഴ് നാളെ ഘോഷയാത്രയ്ക്കൊക്കെ പോവും ഇൻഷാ അള്ളാ. മക്കളെ കൊണ്ട് പോണം. പിന്നെ കൊച്ചുമോനെയും കൊണ്ട് പോക്ക് നടക്കൂല. പിന്നെ ഇന്ന് പണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് നേരത്തെ ഇടാത്തത്. പിന്നെ വന്ന് കുറച്ച് ജോലിയൊക്കെ ഒതുക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ദുആ നമുക്ക് വേണം. പിന്നെന്താണ് മക്കളെ വിശേഷങ്ങള്? പിന്നെ ഞാന് വീഡിയോസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിനെ പറ്റിയൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ആരെയും നന്നാക്കാനും ആരും അല്ല. പിന്നെ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? കുറെ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ രാവിലെ ജോലിക്ക് 8:30-ക്ക് പോയാൽ ഞാൻ 1 മണിയൊക്കെ ആവും വരുമ്പോൾ. പിന്നെ വൃത്തിയാക്കിയൊക്കെ ഇനി കയറുമ്പോൾ 1:30-2 മണിയാവും. ഞാൻ മൊബൈൽ തോട്ടത്തിലൊന്നും കൊണ്ടുപോകൂല. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? മസ്റൂറ പാട്ടുപാടിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ് കുറെ ഇത്താമാരൊക്കെ വിളിച്ച് അൽഹംദുലില്ലാ. പിന്നെ വേറെ അനാവശ്യ കോളായിട്ട് ആരും വിളിക്കേണ്ട. പിന്നെന്താ, ഉമ്മ ഉപ്പ മക്കളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളൊക്കെ നല്ല ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ദുഃഖങ്ങള് അതിലുപരി സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ജീവിച്ചേ പറ്റൂ, മക്കൾക്ക് വേണ്ടി എല്ലാം തരണം ചെയ്യണം അല്ലേ? പിന്നെ നമ്മൾ കരയണ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കരയക്കവും ചിരിക്കക്കവും എല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു ലൈഫ്. ഈ സമയം കടന്നു. അപ്പോൾ മക്കളെ എൻ്റെ വീടിന് വേണ്ടി ദുആ ചെയ്യണം. അതിനകത്തൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ച ഒരു കമന്റ് എന്താണെന്നറിയാമോ? 5 പൈസ പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു കമന്റ് വന്നു. അത് ആരാണെന്നും എന്താണെന്നും അറിയില്ല. നേരിട്ട് ധൈര്യമുള്ള ആളാണെങ്കിൽ വിളിക്കുക. വിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അള്ളാഹു വിധിച്ചിട്ടുണ്ടാ ഈ ഭൂമിയിൽ ആ വീട് ഏകും. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടുണ്ട്, ഈ വീട് ആ ഭൂമിയിൽ ഏകൂലാന്ന്. പടച്ചവൻ സത്യമായിട്ടും ആ വീട് ലൈറ്റ് ഫാൻ്റെ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് ആയിപ്പോയി. ആ വീട് ഈ ഭൂമിയിൽ ഏകും. അപ്പൊ ശരി മക്കളെ, അസ്സലാമു അലൈക്കും.